നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയപ്രതിഷ്ഠ 17-ാം ദിവസം. വിശുദ്ധ യോസേപ്പിതാവ് ഏറ്റവും നിർമ്മലനായവൻ, മറിയത്തിൻ്റെ ചാരിത്രശുദ്ധതയുടെ സംരക്ഷകനും അതിലുപരിയായി ഒരു സുഹൃത്തുമാകാൻ നിത്യപിതാവിനാൽ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ യോസേപ്പിനുണ്ടായിരുന്ന ചാരിത്രശുദ്ധി എന്ന പുണ്യം എത്ര മഹനീയമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ വാക്കുകളാണിവ. ലൊറേറ്റോ ലൂത്തിനിയയിൽ അമ്മയായ പരിശുദ്ധ മറിയം വിളിക്കപ്പെടുന്നത് ഏറ്റവും ശുദ്ധവതിയെ എന്നാണ്. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ലുത്നിയയിൽ നമ്മുടെ ആത്മീയ പിതാവായ അദ്ദേഹം വിളിക്കപ്പെടുന്നത് ഏറ്റവും ശുദ്ധവാനായവൻ എന്നാണ്. ഏറ്റവും ശുദ്ധവാനെ, നീതിമാനെ, വിവേകിയെ, ധൈര്യവാനെ, അനുസരണയുള്ളവനെ, വിശ്വസ്തനെ അഥവാ മറ്റേതെങ്കിലും പുണ്യങ്ങളിൽ അതിരറ്റ ശോഭയിൽ വിളങ്ങിയവനെ എന്ന് ഒരു വിശുദ്ധനും വിളിക്കപ്പെടുന്നില്ല. പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേപ്പിതാവും മാത്രമേ ഈ അതിരറ്റ സവിശേഷ ഗുണങ്ങൾ ഭാഗികമായി പരസ്പരം പങ്കുവയ്ക്കുന്നുള്ളൂ. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ അവരുടെ ഹൃദയങ്ങൾ ഒന്നാണ്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. ലൂക്കാ സുവിശേഷകൻ 12-ാം അധ്യായം 34-ാം തിരുവചനം. വിശുദ്ധ യോസേപ്പിതാവിന് 3 നിക്ഷേപങ്ങളുണ്ട്: ഈശോയും, മറിയവും, പിന്നെ നാമും. ഈ 3 നിക്ഷേപങ്ങളെക്കാൾ വേറൊന്നും തന്നെ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നില്ല. സ്നേഹനിധിയായ ഒരു അപ്പൻ്റെ ഹൃദയമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. വിശുദ്ധ യോസേപ്പിതാവിൻ്റേത് നിർമ്മല ഹൃദയമാണ്. ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളോടുള്ള ഭക്തിയെക്കുറിച്ച് കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നാം അടിസ്ഥാനപരമായി സൂചിപ്പിക്കുന്നത് ഈശോ, മറിയം എന്നീ വ്യക്തികളോടുള്ള ഭക്തിയാണ്. നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തെയും സ്നേഹിക്കുന്നു. അവരുടെ ചിത്രങ്ങളിൽ നമ്മൾ ആ ഹൃദയങ്ങളെ വരയ്ക്കുന്നു. കാരണം ഈശോ, മറിയം എന്നീ വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുന്നു. ഈശോയുടെയും മറിയത്തിൻ്റെ ഹൃദയങ്ങളോടുള്ള ഭക്തി ആരാധനാക്രമത്തിൽ വ്യത്യസ്ത തിരുനാൾ ദിനങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് നടത്തപ്പെടുന്നു. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തോടുള്ള ഭക്തി പൂർണ്ണമായി സഭയിൽ ഒരു വികസിത രൂപം പ്രാപിച്ചിട്ടില്ല. എങ്കിലും ഏത് ഹൃദയമാണോ ശക്തവും സൗമ്യവുമായ സംരക്ഷണം കൊടുക്കുന്നതുമായിട്ടുള്ളത്, ആ അപ്പൻ്റെ ഹൃദയം ആദരിക്കപ്പെടണമെന്ന് എല്ലാ മക്കളും ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയം അതുപോലൊരു ഹൃദയമാണ്. ഒരു പിതാവിൻ്റെയും രാജാവിൻ്റെയും പോരാളിയുടെയും നിർമ്മലനും സൗമ്യനുമായ ഒരു മനുഷ്യൻ്റെയും ഹൃദയം അദ്ദേഹത്തിനുണ്ട്. നമുക്കൊരു നിർമ്മലമായ ഹൃദയം ഉണ്ടാകാൻ വിശുദ്ധ യോസേപ്പിതാവ് നമ്മെ സഹായിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടത അശുദ്ധിയാണ്. അധാർമികതയും അശുദ്ധിയും നിറഞ്ഞ പ്രവർത്തനങ്ങളാൽ ലോകം നിറയപ്പെട്ടു. ഈ പ്രവൃത്തികൾ ദൈവത്തെ മുറിവേൽപ്പിക്കുന്നു, കുടുംബങ്ങളെ നശിപ്പിക്കുന്നു, നീതിക്ക് വേണ്ടി സ്വർഗത്തോട് വിലപിക്കുന്നു. പരിശുദ്ധ അമ്മ ഫാത്തിമയിലെ വിശുദ്ധ ജസീന്തയ്ക്ക് കൊടുത്ത മുന്നറിയിപ്പ് ജഡത്തിലെ പാപങ്ങളാലാണ് അനേകം ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നതെന്നാണ്. ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ എല്ലാവരും വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പക്കൽ അണയണം. ഒരു പുരുഷനോ സ്ത്രീയോ ജഡികാസക്തികളാൽ അലട്ടപ്പെടുകയാണെങ്കിൽ അവർ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ പക്കൽ പോകണം. ശുദ്ധതയ്ക്കെതിരായ പ്രലോഭനം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ചലിക്കുമ്പോൾ നമ്മുടെ ആത്മീയ പിതാവായ അപ്പൻ്റെ അടുത്തേക്ക് ഓടുക, അദ്ദേഹത്തിൻ്റെ കൈകളിൽ തൂങ്ങിക്കിടക്കുക. നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധത എന്ന പുണ്യം വർദ്ധിപ്പിക്കാനും നമ്മെ യഥാർത്ഥവും യോഗ്യതയുമുള്ള ദൈവസ്നേഹത്തിലേക്കും പരസ്നേഹത്തിലേക്കും നയിക്കാൻ വിശുദ്ധ യോസേപ്പിതാവിന് കഴിയും. അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തിൻ്റെ അങ്കിക്കുള്ളിൽ നമ്മൾ അഭയം തേടിയാൽ നമ്മൾ അശുദ്ധിയുടെ മേൽ വിജയശ്രീ ലാളിതനാവുകയും പാപത്തിന്മേൽ വിജയം നേടുകയും ചെയ്യും. ശുദ്ധതയ്ക്കെതിരായ പ്രലോഭനങ്ങൾ കൊണ്ട് നാം വേട്ടയാടപ്പെടുമ്പോൾ പ്രാർത്ഥന വിഷമകരമാണ്. എന്നാൽ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുരുഷന്മാർ അദ്ദേഹത്തിൻ്റെ നിർമ്മല ഹൃദയത്തെ അനുകരിക്കണം. അദ്ദേഹം പരിശുദ്ധ മറിയത്തെ സ്നേഹിച്ചതുപോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരെയാണ് ലോകത്തിന് ആവശ്യം. പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ വിശുദ്ധമായ ദേവാലയം പോലെ ആദരിച്ചാൽ കുടുംബങ്ങൾ നവീകരിക്കപ്പെടും, തിന്മയുടെ സത്വങ്ങൾ കൊല്ലപ്പെടും. മനുഷ്യൻ്റെ ഔന്നത്യത്തെ ആക്രമിക്കുന്ന ഈ കാലഘട്ടത്തിലെ എല്ലാവിധ തിന്മകളെയും അതിജീവിക്കാനാകും. വിശുദ്ധ യോസേപ്പിതാവിനെ അനുകരിക്കുന്നത് ഈ ഭൂമിയിൽ വിശുദ്ധിയുടെ വിപ്ലവം ഉളവാക്കും.
ദൈവം നമ്മുടെ പ്രാർത്ഥനയോട് ഔദാര്യവാനാകുവാനും തൻ്റെ സഭയെ സഹായിക്കാൻ തിടുക്കത്തോടും ഔദാര്യതയോടും കൂടി വരുന്നതിനും ഭക്തിയോടും ആശ്രയത്തോടും കൂടി കന്യകയായ ദൈവമാതാവിനോടും അവളുടെ നിർമ്മല മണവാളനായ വിശുദ്ധ യോസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ വിളിച്ചപേക്ഷിക്കണം. ക്രിസ്തീയ വിശ്വാസങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനത്തെപ്പറ്റി സ്വയം ബോധ്യപ്പെടാൻ സാധിക്കുന്നതുമാണ്. ലിയോ പൊതിമാനോമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണിവ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്കും ശുദ്ധത എന്ന പുണ്യവും എളിമ എന്ന പുണ്യവും നമ്മുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി വിശുദ്ധ യോസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. കനിവോടെ എൻ കരം പിടിക്കണമേ അപ്പാ, എന്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ കാക്കേണമേ അപ്പാ, എന്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ കാക്കേണമേ. അതിജീവനത്തിൻ്റെ നാളുകളിൽ അപമാനത്തിൻ്റെ നിമിഷങ്ങളിൽ, അതിജീവനത്തിൻ്റെ നാളുകളിൽ അപമാന